ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ പ്രതി അമ്മാവൻ ഹരികുമാറിന്റെയും അമ്മ ശ്രീധുവിന്റെയും ചോദ്യം ചെയ്യൽ തുടരും. അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും ഹരികുമാറിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയില്ല. കൊലപാതക കാരണം കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷമേ വ്യക്തമാകുമെന്ന് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഷാജി പറഞ്ഞു. അതേസമയം കുഞ്ഞിന്റെ സംസ്കാരവും ഇന്ന് നടന്നു. വിജിൻ വായന്തോട് വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കും. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമാണ് ഈ പ്രതി ഹരികുമാർ കുറ്റം സമ്മതിച്ചത്. എന്തായാലും ഈ കുട്ടിയെ എടുത്ത് കിണറ്റിലിട്ടത് അയാൾ തന്നെയാണ് എന്ന കാര്യം പോലീസിന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. പക്ഷേ ഇത് സമ്മതിക്കാൻ പ്രതി ഒരു ഘട്ടത്തിലും തയ്യാറായില്ല. രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിലാണ് കുറ്റം പ്രതി സമ്മതിച്ചത്. എന്തായാലും ഇതിൻ്റെ കാരണം എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത നൽകാൻ പ്രതി തയ്യാറായിട്ടില്ല എന്നാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടും പ്രതി ഹരികുമാറിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ എത്തിച്ചത്. തുടർന്ന് നാളെയും ഇയാളുടെ ചോദ്യം ചെയ്യൽ തുടരും. ഒപ്പം തന്നെ അമ്മ ശ്രീധുവിനെയും ഇന്നൊരു പക്ഷേ ഏതെങ്കിലും ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയ ശേഷം നാളെ തിരിച്ച് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വീണ്ടും ഇവരെ ഒരുമിച്ചിരുത്തിയും ഒറ്റയ്ക്കിരുത്തിയും ഒക്കെ ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ അമ്മയ്ക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള മോട്ടീവ് ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്ന കാര്യമൊക്കെ പരിശോധിക്കാനാണ് വീണ്ടും ചോദ്യം ചെയ്യൽ തുടരാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. ശ്രീധുവിനെയും ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ വീണ്ടും ശ്രീധുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് ചോദ്യം ചെയ്യാനുള്ള തീരുമാനം പോലീസ് എടുത്തതും. എന്തായാലും രാവിലെ മുതൽ തന്നെ വീണ്ടും ചോദ്യം ചെയ്യൽ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും പ്രതി ഹരികുമാറിനെ കോടതിയിൽ ഹാജരാക്കുക. ഒപ്പം തന്നെ ഇന്ന് നേരത്തെ ഇവർക്കൊപ്പം കസ്റ്റഡിയിലെടുത്തിരുന്ന അമ്മൂമ്മയെയും അച്ഛനെയും പറഞ്ഞു വിട്ടിരുന്നു. അത് വീണ്ടും അവരെ ഏതെങ്കിലും ഘട്ടത്തിൽ അവരിൽ നിന്ന് കൂടുതൽ മൊഴി രേഖപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവരെ തിരിച്ചു വിളിക്കുമെന്നും ഡിവൈഎസ്പി വ്യക്തമാക്കുകയും ചെയ്തു. കുട്ടിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാളെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റ് അന്വേഷണങ്ങൾ തുടരുന്നു. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും റോളുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ വെളിവാകുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ്. അതിദാരുണമായ കൊലപാതകത്തിൽ കൃത്യമായ അന്വേഷണം നടത്താൻ പോലീസിന് കഴിഞ്ഞു. മറ്റ് പുറത്തൊന്നും പ്രതികൾ ആരും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പോലീസിന് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലായിരുന്നു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടന്നുകൊണ്ടിരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇവരെ വീട്ടിനകത്ത് ഉണ്ടായിരുന്ന 4 പേരെയും കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയാണ് പോലീസ് ചെയ്തത്. അതിൽ നിന്നാണ് 2 പേരിലേക്ക് പിന്നീട് പോലീസ് എത്തുന്നത്. ഇവരുടെ മൊബൈൽ ഫോണുകളും വാട്സപ്പ് ചാറ്റുകളുമെല്ലാം പോലീസ് കൃത്യമായി പരിശോധിക്കുകയും ചെയ്തിരുന്നു. അതിൽ നിന്നാണ് ഇതിൽ മറ്റേതോ താല്പര്യത്തിൻ്റെ ഭാഗമായി ആ താല്പര്യം നടക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഹരികുമാർ ഇത്തരത്തിലുള്ളൊരു കൊലപാതകത്തിന് മുതിർന്നത് എന്ന പോലീസിന് കൃത്യമായ വ്യക്തത ലഭിച്ചത്. നിലവിൽ പോലീസ് ഈ കൊലപാതക കാരണം പറയുന്നില്ലെങ്കിലും ഒരു അനുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അമ്മ നേരിട്ട് പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ പ്രതിപട്ടികയിൽ അമ്മ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അമ്മയുടെ സമ്മതം മൂലമോ അല്ലെങ്കിൽ അമ്മയുടെ കൂടി ഒരുമിച്ചുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കൊലപാതകം നടന്നത് എന്ന് കണ്ടെത്തിയാൽ തീർച്ചയായും അവരെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യുന്നത് തുടരാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയാലും നാളെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ഏകദേശം 5 മണിയോടുകൂടിയാണ് ദേവേന്ദുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. അമ്മൂമ്മയും അച്ഛനും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിൽ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും നന്നായി ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു പിഞ്ചു ബാലിക അതിദാരുണമായ നിലയിൽ കൊല്ലപ്പെട്ടതിൻ്റെ നെടുക്കത്തിലാണ് നാട്ടുകാരും ഉള്ളത്.